ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മറ്റെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കരുത്. നമുക്ക് ഡയറക്റ്റായിട്ട് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നമുക്കൊരു ഗൈഡൻസ് വെച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ സാധാരണ ഗൈഡൻസൊക്കെ ലാസ്റ്റ് എടുക്കുന്നത്, പക്ഷേ എനിക്ക് ഇന്നെന്തോ ഒന്ന് ചേഞ്ച് ആക്കണം തോന്നി. ദ മിസ്റ്റിക് ഹീലർ എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം, അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് വരണം എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫെല്ലോ ട്രാവലേഴ്സ് എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്കൊരു സഹായം എന്നുള്ള രീതിയിൽ നമ്മളുടെ യൂണിവേഴ്സലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഡിവൈൻ എനർജി നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈറ്റ് എന്നുള്ളൊരു കാർഡാണ്. ബിഗിനിങ് ഓഫ് ന്യൂ സൈക്കിൾ എന്നുള്ളത്. ഒരു സൈക്കിൾ എൻഡപ്പ് ആയിപ്പോയി. ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള സൈക്കിളായിരിക്കും, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളതായിരിക്കാം. എങ്ങനെയാണെങ്കിലും അത് എൻഡപ്പ് ചെയ്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയൊരു വാതിൽ നിങ്ങൾക്കായിട്ട് തുറക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് ആ കാർഡ്സൊക്കെ നമുക്ക് ടാരറ്റിലൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അതിപ്പോൾ എങ്ങനെയുള്ള അവസരങ്ങളാകാം. അതിപ്പോൾ നിങ്ങളൊരു സാഹചര്യത്തിന് വേണ്ടി ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു കാര്യം നടക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ് എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ് പോലെ തോന്നിയിട്ടുണ്ടാകാം. അതായത് ആ ഒരു വ്യക്തിയുടെ ടോക്സിക് ബിഹേവിയർ തന്നെയായിരിക്കാം ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പുറമെ ഒരു സ്വഭാവവും ഉള്ളിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറച്ചും കൂടി അറിയുന്ന സമയത്ത് വേറൊരു സ്വഭാവമുള്ള ക്യാരക്ടറുള്ള വ്യക്തികളായിരിക്കാം. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അത്ര പോലും ഈ പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽഫ്സ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡിപ്പെൻസ്. അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് വയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് പേര് നോ കോണ്ടാക്റ്റ് തന്നെ ആയിരിക്കാം. അതെന്ന് വെച്ചാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വില മനസ്സിലാക്കാനുള്ള ടൈമാണ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടത്, കണ്ടുമുട്ടിയത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ പറഞ്ഞു തരാനുമുള്ള ടൈമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ചിൽഡ്രൻസ് എന്നുള്ളൊരു കാർഡാണ്. യുവർ ലൈഫ് ഈസ് ബീങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ എന്നുള്ളതാണ്. അതായത് ഇപ്പം മാരേജൊക്കെ കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടികൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയെങ്കിലും ഒരു ബന്ധമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിപ്പോൾ എങ്ങനെയും നമുക്ക് വായിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടി വഴി അല്ലെങ്കിൽ നിങ്ങൾ അറിയുമോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കോ നിങ്ങൾക്കോ കുട്ടികളെ വളരെയധികം ഇഷ്ടമുള്ളതായിട്ട് കാണിക്കുന്നുണ്ടാവും. നമുക്ക് ടാരറ്റിലേക്ക് പോകാം. ദ കറണ്ട് എനർജി നമുക്ക് എന്താണ്? അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് ടെമ്പറൻസ് കാർഡാണ്. വളരെ പേഷ്യൻ്റായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അതായത് എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫീലിങ്സ് ഒരിക്കലും ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യരുത് എന്നുള്ള രീതിയിലിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഉള്ളിൽ നിന്ന് നല്ലോണം വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാം പെട്ടുപോയി എന്നുള്ള രീതിയിലാവുമ്പോൾ പോലും വ്യക്തി അതൊരിക്കലും പുറത്ത് കാണിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. കാരണം വ്യക്തിയുടെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ചുറ്റുപാടും ഒരുപാട് ശത്രുക്കളുണ്ട്, എൻ്റെ തോൽവി കണ്ട് സന്തോഷിക്കുന്ന രീതിയിലുള്ള ശത്രുക്കൾ ഒരുപാടുണ്ട് എന്നുള്ള രീതിയിൽ വ്യക്തി വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫീലിങ്സ് എന്നുള്ള രീതിയിൽ ഉള്ളിൽ തന്നെ വെച്ച് നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് പറയുന്നത്. അതായത് ഒരു ആക്ഷൻ എടുക്കാതെ വരുന്നത് പോലെ വരട്ടെ, അല്ലെങ്കിൽ ഇതിന് മുന്നേ എത്രത്തോളം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡൻ്റ് ചെയ്ത് പോയിട്ടുണ്ടോ ആ ഒരു രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോഴില്ലേ എന്നുള്ള രീതിയിൽ വ്യക്തിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും വ്യക്തി ഇപ്പോൾ പുറമേ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് വ്യക്തിക്ക് ഇത് 9 ഓഫ് സോഡാണ് ചിന്തിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് പെയിൻ തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത ഇപ്പോഴത്തുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി വളരെയധികം ക്ഷമയോടെ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്കിനി നോക്കാം, ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദ ടെമ്പറൻസ് കാർഡ്, ദ സൺ. ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും വ്യക്തിയുടെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ അല്ലെങ്കിൽ നാളെ എന്ന് പറയുമ്പോൾ നാളെ തന്നെ ആവണമെന്നില്ല, അത്
ഒരു കൊടുങ്കാറ്റൊക്കെ ശാന്തമാകും എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി വിചാരിക്കുന്നുണ്ട്. കാരണം കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഒരു എനർജിയൊക്കെയാണ് വ്യക്തിയുടെ മൈൻഡിലുള്ളത്. കാരണം വെച്ചാൽ എന്ത് പറഞ്ഞാലും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജിയിലാണ് വ്യക്തി നിൽക്കുന്നത്. ഒരു നിസ്സഹായ അവസ്ഥയിലൊക്കെയാണ് വ്യക്തിയുടെ മൈൻഡിലൂടെ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, ഒരുപാട് ചീറ്റിംഗ് എനർജി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വളരെ ഇമോഷണൽ, ഭയങ്കര ബാലൻസ് ആയിട്ട് നിൽക്കണം. കാണുന്നവർക്ക് ഒരിക്കലും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നരുത് എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. നമുക്കിനി കിങ് ഓഫ് വോൺസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അതായത് ഇടയ്ക്ക് രണ്ട് മൈൻഡ് തോന്നുന്നുണ്ട്, നിങ്ങളുടെ അടുക്ക വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള രീതിയിൽ വ്യക്തി ചിന്തിക്കുമ്പോഴും വേണ്ട, അല്ലെങ്കിൽ കുറച്ച് ക്ഷമയോടെ നിൽക്കാം എന്നുള്ള എനർജിയിലാണ് കാണിക്കുന്നത്. ഭാവിയെക്കുറിച്ച് ഇപ്പോൾ വ്യക്തിയുടെ മൈൻഡിൽ അത്രമേലില്ല. പക്ഷേ ഒരു ബോർഡർ ലൈൻ വെച്ച് വ്യക്തി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അതിർവരമ്പ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വരമ്പാണ്, അല്ലെങ്കിൽ ഒരു ബോർഡേഴ്സാണ് ഇത്. കാരണം വ്യക്തി വിചാരിച്ചാൽ ഇതൊക്കെ കടക്കാൻ ഏറ്റവും എളുപ്പമാണ്. പക്ഷെ വേണ്ട, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനം ഇതിലും വലിയ പരാജയമായി പോകുമോ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ എന്ത് വരും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ വളരെ പേഷ്യൻസ് ആയിട്ട് വളരെ ക്ഷമയോടെ കാത്തു നിൽക്കാം എന്നുള്ളതാണ് വ്യക്തി ഇപ്പോൾ എടുക്കുന്ന തീരുമാനം, വ്യക്തിയുടെ എനർജി പ്രകാരം. ഇനി നമുക്ക് 9 ഓഫ് സോഡും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. വി ഹാവ് ദ ഹെർമിറ്റ് കാർഡ്, വി ഹാവ് ദ സ്ട്രെങ്ത് കാർഡ്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫീലിങ്സ് അടക്കി പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് വെക്കുക, ഇതൊക്കെ പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം എന്താണ് അതിനെയാണ് ഈ ഒരു 9 ഓഫ് വൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നത് അത് തന്നെയാണ്. കാരണം ഈ ഒരു വ്യക്തി ഇങ്ങനെ ആയിരിക്കില്ല. കാരണം എന്ത് തന്നെ ഉണ്ടെങ്കിലും, എത്ര തന്നെ ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങളോട് വന്ന് കമ്മിറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ നിങ്ങളോടൊന്ന് ടോക്ക് ചെയ്ത് നിങ്ങളോട് സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേരെ സംബന്ധിച്ച് ഇവിടെ ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷനാണ്. വ്യക്തിയുടെ ഒരു സാഹചര്യപ്രകാരം, സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം മൂലം ഈ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം മൂലം, ഇല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലായതുകൊണ്ട് നിങ്ങളായിട്ട് വ്യക്തിയെ ഒരു ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടാകാം. അതൊക്കെ വ്യക്തി ആലോചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ വേണ്ടാത്തവർക്ക് അല്ലെങ്കിൽ അവരായിട്ട് അല്ലെങ്കിൽ അൺബ്ലോക്കാക്കി വരട്ടെ എന്നുള്ള രീതിയിലൊരു വെയിറ്റിംഗ് സൈനൊക്കെയാണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, അതുകൊണ്ടാണ് ഇവിടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യം വ്യക്തിയെ സംബന്ധിച്ച് കുറച്ച് പ്രയാസമുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ വളരെയധികം ആ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് വെച്ചാൽ കേട്ട് നിന്നൊരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. അതായത് ആ ഒരു വ്യക്തിയുടെ ഏതൊരു സാഹചര്യത്തിലും ആ ഒരു വ്യക്തിയെ കൈവിടാതെ കൂടെ നിന്ന വ്യക്തികളാകാം നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തി ആര് തന്നെ ഉണ്ടെങ്കിലും അവരൊന്നും പോരാ, അല്ലെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് പിന്നിൽ ഈ ഒരു വ്യക്തിയെ തടയാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി ഉള്ളതായിട്ടും കുറച്ച് പേരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ തേർഡ് പാർട്ടി ആകാം, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പേഴ്സ് തന്നെ ആകാം, അല്ലെങ്കിൽ അവരോട് ഒരു ബ്ലാക്ക് മാജിക്ക് പോലെ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവർ നിന്നെ മനസ്സിലാക്കില്ല എന്നുള്ള രീതിയിലൊക്കെ വ്യക്തിയെ പറഞ്ഞ് ബോധിപ്പിച്ച ഒരു എനർജിയിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അതായത് വ്യക്തിയുടെ മനസ്സ്, നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന ആ ഒരു വ്യക്തിയെ തിരിച്ചു മാറ്റാനുള്ള ഒരു എനർജിയുള്ള ഒരു പേഴ്സൺ, അതൊരു ചെറിയ പേഴ്സൺ ഒന്നുമല്ല, വളരെ സ്ട്രോങ് ആയിട്ട് വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെ ആകാം പലരെയും സംബന്ധിച്ച്. നമുക്കിനി നോക്കാം വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളത്. ഒരു ടഫായിട്ടുള്ള സിറ്റുവേഷനാണ്, പക്ഷെ ഒരിക്കലും അത് ഗീവ് അപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരിക്കലും അത് വിട്ടു തരില്ല എന്നുള്ള രീതിയിലൊരു മുറുക്ക പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് വ്യക്തിയുടെ ചിന്തയുള്ളത്. കാരണം നിങ്ങളും അങ്ങനെയുള്ള എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം. വ്യക്തിയുടെ മൈൻഡ് പ്രകാരം ഇതിലൊരു ഹോപ്പില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തീർന്നു പോയി. പക്ഷെ ഹോപ്പില്ലാത്ത സിറ്റുവേഷനിലും വ്യക്തി ഒരു ഹോപ്പ് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. കാരണം ആ ഒരു വ്യക്തി ആഗ്രഹിച്ച പോലുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇങ്ങനൊരു കടും തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ടാവില്ലേ, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലൊക്കെ പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാകാം. അത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത്രമേൽ എന്നാണ് ഒരു
ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അത് പലപ്പോഴും ആ ഒരു വ്യക്തിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം കള്ളങ്ങൾ പറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കുറ്റബോധം ഇല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഞാനിത് ഡിസേർവ്ഡ് ആണ് എന്നിരുന്നാൽ പോലും വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് ഒരു ഹോപ്പ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വ്യക്തി ലെറ്റ് ഗോ ചെയ്തു പോകാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടാക്കുന്നതായിട്ട് വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അതാണ് വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വ്യക്തിയുടെ ഭാഗത്തു നിന്നും എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻഡപ്പായി നിങ്ങളിട്ടേച്ച് പോവുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ടഫായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തിയെ സംബന്ധിച്ചെന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഈ ഒരു സമയം വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അല്ലെങ്കിൽ ട്രൂ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. The King of Pentacle, the 3 of Sword, the 5 of Pentacle. Okay. ഈ ഒരു സിറ്റുവേഷനിൽ വ്യക്തിക്ക് നല്ല ഹോപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്തു തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ തേടി പോകും എന്നുള്ള രീതിയിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് വ്യക്തി ഇപ്പോഴും. വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കുറച്ച് അത്രയും കടുംപിടുത്തത്തോടെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്കവിടെ കാണിക്കുന്നത്. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും എനിക്കാരും വേണ്ട, എന്നെ മനസ്സിലാക്കാൻ ആരും വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈവൺ ദോ നിങ്ങളോടുള്ള ഫീലിങ്സൊക്കെ അതേപോലെ ഉണ്ടെങ്കിലും ഈ ഒരു സമയം വ്യക്തിയുടെ ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരു റോളർ കോസ്റ്ററാണ്. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും വ്യക്തിക്ക് അതിലൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു ഹേർട്ട് ബ്രേക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ള രീതിയിലാണ് വിശ്വസിക്കുന്നവരൊക്കെ ചതിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ കാണിക്കുന്നുണ്ട്. അത് എന്ന് പറയുന്നത് അപ്പോഴൊക്കെ വ്യക്തി വിചാരിക്കുകയാണ് വേണ്ട, എന്നെ മനസ്സിലാക്കാൻ ആരും വേണ്ട, ഞാൻ തന്നെ മതി, അങ്ങനെ ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കുന്ന കൂട്ടത്തിലല്ല എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഹേർട്ട് ബ്രേക്ക് ചെയ്തു പോയതാണ് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വ്യക്തി സ്വയമായിട്ട് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി കടന്നു വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒന്നും ആ ഒരു വ്യക്തിക്ക് അത്ര സഹിക്കുന്ന രീതിയിലുള്ള എനർജിയൊന്നും അല്ല കാണിക്കുന്നത്. നേരെ മറിച്ച് ആ ഒരു വ്യക്തിക്ക് എന്തോ ആവാമെന്നുള്ള ഒരു എനർജിയിലും. പക്ഷേ ഇവിടെ ആ ഒരു പാഷൻ നിങ്ങളോടുള്ളിടത്തോളം കാലം വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എന്ത് തന്നെ സിറ്റുവേഷനും ആയിക്കോട്ടെ ഒരിക്കലും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റായിട്ട് നിങ്ങളെക്കുറിച്ച് സ്റ്റോക്ക് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. അതായത് വ്യക്തി പകുതി മൈൻഡിൽ നിങ്ങളെ ഇട്ടിച്ചു പോയാലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയാലും എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളായിട്ട് ഉപേക്ഷിച്ച് പോയാൽ പോലും ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ വരും. ഇപ്പോഴും ഒരു ഹോപ്പുണ്ട് വ്യക്തിയുടെ മൈൻഡിൽ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കങ്ങനെ അത്ര പെട്ടെന്ന് ഈ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നിച്ച ആണ് ആ ഒരു വ്യക്തിയെ കൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് നിങ്ങളുടെ എനർജി പ്രകാരം നോക്കാം. 6 of Cups, the Moon, the Just. അപ്പോൾ ഇതിൽ നിങ്ങളുടെ എനർജി പ്രകാരം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിയെ എത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പകുതി പോലെ എഫേർട്ട് പലപ്പോഴും പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്കിവിടെ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്ത് വ്യക്തി നിങ്ങൾക്കൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടിയല്ലേ നോക്കാം, പോകുന്നവരെ പോകാം, ഇപ്പം ഇങ്ങനെ നിന്നോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി ഒഴിഞ്ഞു മാറുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജസ്റ്റിസാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്കവിടെ പറയാൻ വേണ്ടി പറ്റും. നമുക്ക് 8 of Cups എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടുന്നത്. അതായത് എത്രത്തോളം പണ്ടൊക്കെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നോ ഈ ഒരു പേഴ്സണിൽ നിന്നോ മൂവ് ഓൺ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സൽ എനർജീനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം അത്രയും ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം വ്യക്തിയുടെ ഓരോ ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടാകും. ചിലവർ നല്ല രീതിയിൽ വാൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ ഒരു വ്യക്തി അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ പല കള്ളങ്ങൾ വെച്ച് അല്ലെങ്കിൽ നിങ്ങളെ
അങ്ങനെയല്ല എന്ന് സത്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് അർഹിച്ചൊരു നീതി എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടണം എന്നുള്ളത് തന്നെയാണ് പലരും ഒരു യൂണിവേഴ്സൽ എനർജിയോട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിവൈൻ എനർജിയോടും കരഞ്ഞു പറഞ്ഞാഗ്രഹിക്കുന്നതും അത് തന്നെ ആകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം നിങ്ങൾ നിൽക്കുന്നു അത്രത്തോളം ദ 10 ഓഫ് സോഡ് എനർജി ആൻഡ് ദ 10 ഓഫ് വാണ്ട്സ് എനർജി, ഈ ഒരു 2 എനർജിയും പറയുന്നതെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് വിഷമകരമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ ആ ഒരു വ്യക്തി കൊണ്ട് ചെന്നെത്തിച്ചതെന്നുള്ളതാണ്. ഒരു നിമിഷത്തിലെ ആ ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചതായിട്ടുണ്ടാകാം ചിലപ്പോഴൊക്കെ. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആ ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ആത്മാർത്ഥമായിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതലും നിങ്ങളാണ് എഫേർട്ട് എടുത്തത് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. എന്നാൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ചെറിയ മിസ്റ്റേക്സ് പോലും ആ ഒരു വ്യക്തി വലിയ കാര്യങ്ങളാക്കിയിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, അതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കാം പലരും ഈ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളമാണ് ഒരാൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വെക്കാൻ പറ്റുക എന്നുള്ളത് കൊണ്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചത്. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കാത്തതുകൊണ്ട് ഒന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനമാകാം ചിലപ്പോൾ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുക. അതൊക്കെ പറയുന്നത് അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സത്യസന്ധമായിട്ട് തന്നെ നിൽക്കും. അല്ലാത്തവരാണെങ്കിൽ വേറൊരു സാഹചര്യത്തിനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കോ വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിക്കും എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും സത്യസന്ധതക്ക് മാത്രമേ, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നിന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അത് യൂണിവേഴ്സൽ നിയമമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യങ്ങൾക്ക് ഒരാളെ വിഷമിപ്പിച്ച് വേറൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, ഇന്ന് അല്ലെങ്കിൽ നാളെ കർമ്മ എന്ന സാഹചര്യം എല്ലാവരുടെ ലൈഫിലുണ്ടാകും. അതുകൊണ്ടാണ് എല്ലാവരും പറയാൻ നല്ലത് ചെയ്ത് നല്ലത് കിട്ടും എന്നുള്ളത് എപ്പോഴും പറയുന്നത്. അതുതന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ വ്യക്തിയുടെ ലൈഫിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നിന്ന് നിങ്ങളെ കാണാതെ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് കള്ളം പറഞ്ഞു, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തിട്ടാണ് ഒരുപാട് പേര് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പറ്റുന്നത്. അവിടെയാണ് ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾ തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ കാത്തു നിൽക്കുന്നതും എന്നുള്ള രീതിയിലാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Universal, please guide me. What is the guidance for my people? നമുക്ക് ബോട്ടമത്തെ ഡെക്ക് എന്നുള്ള രീതിയിൽ 4 of Pentacles കാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാർഡും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. We have the Ace of Pentacles. ഓക്കെ, ദ കിങ് ഓഫ് പെൻറ്റക്കിൾ. ഓക്കെ, നിങ്ങൾക്കിവിടെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാതെ നിങ്ങളുടെ വില എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണോ? എന്നാൽ നേരെ മറിച്ച് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കാൾ കർമ്മ എന്ന ഒരു സാഹചര്യം എല്ലാവരുടെ ലൈഫിലുണ്ടാകും. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നല്ലത് ചെയ്ത് നല്ലത് കിട്ടും എന്നുള്ളത് എപ്പോഴും പറയുന്നത്. അതുതന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ വ്യക്തിയുടെ ലൈഫിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നിന്ന് നിങ്ങളെ കാണാതെ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് കള്ളം പറഞ്ഞു, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തിട്ടാണ് ഒരുപാട് പേര് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പറ്റുന്നത്. അവിടെയാണ് ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾ തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ കാത്തു നിൽക്കുന്നതും എന്നുള്ള രീതിയിലാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ പ്ലീസ് ഗൈഡ് മീ. വാട്ട് ഈസ് എ ഗൈഡൻസ് ഫോർ? നിങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നിങ്ങളുടെ സമാധാനത്തിന്, നിങ്ങളുടെ സന്തോഷത്തിന്, അതുപോലെ തന്നെ നിങ്ങളുടെ ബൗണ്ടറീസ് ഒരിക്കലും വേലി കടന്ന് നിങ്ങളുടെ അനുമതി ഇല്ലാതെ കടക്കാൻ ഒരാളെയും ശ്രമിക്കരുത്, അല്ലെങ്കിൽ ഒരാൾക്കും അതിനുള്ള അനുമതി കൊടുക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ പലരും ചെയ്യുന്നുണ്ടാവും. കാരണം ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കാര്യമാണ്. ഇത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്
കൂടുതലായിട്ട് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അതായത് നോ പറയേണ്ടടുക്ക നോ തന്നെ പറയേണ്ട സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായെന്ന് വരാം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരുപാട് ഒരു ബൗണ്ടറീസ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേ മതിയാവും. കാരണം വെച്ചാൽ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ അല്ലെങ്കിൽ ഹാപ്പിനെസ്, ഇതൊക്കെ കളയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ തകർക്കുന്ന രീതിയിൽ ഒരാൾ വരികയാണെങ്കിൽ നോ പറയേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ നോ പറയാൻ പലരും പഠിക്കുക. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാവണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തി. കാരണം എന്നിട്ട് മതി നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ പോലും ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ ലൈഫ് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു ക്രിയേറ്റ് ചെയ്തു വെച്ച ഈ വേലികൾ തകർത്ത് വീണ്ടും ആ ഒരു വ്യക്തിയെ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും സമ്മതിക്കരുത്. ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചുറ്റും ഒരു വേലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അവിടെ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മതി വേറൊരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. ഒരുപാട് പേര് തേടി വരുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്രോസിങ് ബ്രിഡ്ജസ് എന്നുള്ള വ്യൂ ഫ്രം എബോവ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അർഹിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളൊരിക്കലും പൊട്ടക്കിണറ്റിൽ വീണ തവളയുടെ അവസ്ഥയാവരുത്. കാരണം നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നത് ഏറ്റവും മികച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ആഗ്രഹിക്കുന്നതിന് ഒരു തെറ്റുമില്ല. എന്തൊരു സിറ്റുവേഷൻ തന്നെ ആയിക്കോട്ടെ, ഗെറ്റ് ദ ബിഗ് പിക്ചർ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിന് നമ്മൾ വലിയ കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുക്ക് എത്താനുള്ള ഒരു മാർഗം നമുക്ക് മുന്നിലേക്ക് തെളിയൂ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്രോസിങ് ബ്രിഡ്ജസ് എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീലിംഗ്, കണക്റ്റിംഗ്, അതുപോലെ തന്നെ മെൻറ്റിങ്, റിലീസിങ്, നെഗറ്റീവ് എനർജി, ഇതൊക്കെ കളയാനുള്ള ഒരു ടൈമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ടൈമാണ്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്, പണ്ടത്തെ നിങ്ങളെ അല്ലെങ്കിൽ വീണ്ടും തിരിച്ചെടുക്കാനുള്ള ഒരു സമയമാണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രാൻസ്ഫോർമേഷൻ എനർജിയും കാണിക്കുന്നത്. എ ഫ്രഷ് ന്യൂ വേ ഓഫ് ലിവിങ് എമർജസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് എല്ലാവരും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യും. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കാൻ. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.